ശശി തരൂരിന്റെ വിവാദമായ അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം ഇന്ത്യൻ എക്സ്പ്രസ് പുറത്തുവിട്ടു. തനിക്ക് കേരളത്തിൽ പ്രവർത്തിക്കാനാണ് ആഗ്രഹമെന്ന് തുറന്നു പറഞ്ഞ തരൂർ പാർട്ടി വിടാൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്നും തരൂർ പറയുന്നു. അനൂപ്ദാസ് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. അനൂപ്, ഈ ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ട ആദ്യം കുറച്ച് ഭാഗങ്ങൾ മാത്രം പുറത്തു വന്നപ്പോൾ പോലും വലിയ വിവാദമാണ് ഉണ്ടായത്. കേരളം ഒന്നാകെ ആ വിഷയം ചർച്ച ചെയ്യുന്നു. കോൺഗ്രസിൽ നിന്ന് തന്നെ വലിയ തോതിൽ തരൂരിനെതിരായ പരാമർശങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉണ്ടാകുന്നു. പൂർണ്ണരൂപം പുറത്തു വരികയാണ്. BJPക്ക് അനുകൂലമായ നിലപാട് തനിക്കില്ല എന്ന് തരൂർ വ്യക്തമാക്കുകയാണ്. പൂർണ്ണരൂപത്തിലുള്ള ഈ അഭിമുഖം പുറത്തു വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? വളരെ പ്രധാനപ്പെട്ടത് ഒന്ന്, നേരത്തെ തന്നെ ഈ വിവാദം കെട്ടടങ്ങാൻ വേണ്ടി തരൂർ ഇന്നലെ പറഞ്ഞിരുന്നു, ഞാൻ രാഹുൽ ഗാന്ധിയെ കാണുന്നതിന് മുൻപ്, അതായത് 10 ദിവസങ്ങൾക്ക് മുൻപ് എടുത്ത അഭിമുഖമാണ് എന്ന് പറഞ്ഞിരുന്നു. അതായത് ഞാനിപ്പോൾ പുതുതായി കൊടുത്ത ഒന്നല്ല എന്നുള്ളത്. എന്തായാലും ഈ അഭിമുഖം പുറത്തു വന്നപ്പോൾ വ്യക്തമാവുന്ന കാര്യം, നേരത്തെ ഉണ്ടായിരുന്ന വലിയ ചോദ്യം BJPയിൽ പോകുമോ ശശി തരൂർ എന്നുള്ളതായിരുന്നു. BJPയിൽ പോകാൻ തനിക്ക് താല്പര്യമില്ല, അങ്ങനെ ഒരു ആശയാടിത്തറയല്ല എൻ്റേത് എന്ന് വളരെ വ്യക്തമായി അദ്ദേഹം അഭിമുഖത്തിൽ പറയുന്നുണ്ട് എന്നതാണ് ഒരു കാര്യം. രണ്ടാമത്തേത്, കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനത്തെക്കുറിച്ചെല്ലാം, അതായത് യോഗങ്ങൾ നടക്കുന്നതിനെ കുറിച്ചെല്ലാം അദ്ദേഹം വിശദമായി പറയുന്നുണ്ട്. CWC ഒക്കെ യോഗം ചേരുമ്പോൾ അതൊരു സമ്മേളനം പോലെ നടന്നു പോവുകയാണ് തുടങ്ങിയിട്ടുള്ള കാര്യമൊക്കെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം അത് ഇപ്പോഴുള്ള ഒരു വോട്ട് ബേസിൽ നിന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പാർട്ടിക്ക് വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിയില്ല. ഏതാണ്ട് 19% വോട്ട് മാത്രമാണ് കേരളത്തിലാണെങ്കിലും ദേശീയ തലത്തിലാണെങ്കിലും കോൺഗ്രസിന് നേടാൻ കഴിയുന്നത്. അതിനപ്പുറത്തേക്ക് 26-27% വോട്ടെല്ലാം സ്വന്തമാക്കിയാലേ അധികാരത്തിലെത്താൻ കഴിയുകയുള്ളൂ. അതിന് തന്നെ പോലെയുള്ള നേതാക്കന്മാരെ പ്രൊമോട്ട് ചെയ്യണമെന്ന് കോൺഗ്രസിനോട് അദ്ദേഹം 4-5 ചോദ്യങ്ങൾക്കുള്ള മറുപടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കേരളത്തിൽ ഉയർത്തി കാണിക്കേണ്ടത് എന്നെയാണ് എന്ന ഒരു പ്രഖ്യാപനം അദ്ദേഹം ഈ അഭിമുഖത്തിലൂടെ നടത്തുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അനൂപ് ആ അഭിമുഖത്തിന്റെ വിശദമായ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. അതിന്റെ പ്രൊമോ പുറത്തു വന്നപ്പോൾ തന്നെ കേരളത്തിൽ വലിയ രാഷ്ട്രീയ കോളിളക്കം ഉണ്ടായിരുന്നു. എന്നാൽ പൂർണ്ണ അഭിമുഖം പുറത്തു വരുമ്പോൾ തനിക്ക് BJPക്ക് പോകാൻ കഴിയില്ല എന്ന കാര്യം ഒരിക്കൽ കൂടി ആവർത്തിച്ചുറപ്പിക്കുകയാണ്. നേരത്തെ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിലും ശശി തരൂർ ഇതേ കാര്യം പറഞ്ഞിരുന്നു. അപ്പോഴും ചില കോൺഗ്രസ്സുകാർക്ക് മാത്രമാണ് സംശയമുള്ളത്. ശശി തരൂരിന് അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല.